എന്തായാലും നമ്മുടെയൊക്കെ ക്ഷമ അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശബരിമലയെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാം എന്ന പ്രതീക്ഷയിലിറങ്ങിയ BJPക്ക് പക്ഷേ വലിയ നേട്ടമുണ്ടാക്കാനായില്ല. എന്തിനേറെ പറയാൻ, പത്തനംതിട്ട ജില്ലയിൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ ഇറങ്ങിയിട്ടും അതൊന്നും ഫലം കണ്ടില്ല തന്നെ. അതിൽ തന്നെ കണ്ണൂർ, തൃശൂർ, മാവേലിക്കര, ആലത്തൂർ, കോട്ടയം എന്നീ മണ്ഡലങ്ങളിൽ ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നത്. വടകരയിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ പക്ഷേ പാനൂരിലെ സ്ഫോടനവും തുടർന്നുള്ള ഷൈല ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തിന്റെ ആരോപണവും ബൂമറാങ്ങായി മാറിയതോടെ വടകരയിലെ പ്രതീക്ഷയും ഇടതുപക്ഷത്തിന് അസ്ഥാനത്തായി മാറി എന്ന് മാത്രം. പുതിയ മുഖവും ചെറുപ്പക്കാരനും കൊടിക്കുന്നിൽ സുരേഷിനോട് ഏറ്റുമുട്ടുമ്പോൾ അത് ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്ന ഫലമായി മാറുമെന്ന് തന്നെ ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ആത്മവിശ്വാസക്കുറവും UDF ഈ സീറ്റിൽ പുലർത്തുന്നുണ്ട്. അതിൽ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്തും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം അവസാന ലാപ്പിൽ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം നടന്നുവെങ്കിലും തീരദേശ വോട്ടുകൾ പാളയത്തിലെത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് ഇനി ദിവസങ്ങൾ മാത്രം. മുന്നണികളും സ്ഥാനാർത്ഥികളും ഇപ്പോൾ ആകെ ടെൻഷനിലാണ്. ജനങ്ങൾ ആർക്കൊപ്പം നിന്നു എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനിടയിൽ ചില പ്രവചനങ്ങൾ, അവലോകനങ്ങൾ ഇങ്ങനെ എല്ലാം മുറയ്ക്ക് നടക്കുന്നുമുണ്ട്. ഓരോ പ്രവചനം പുറത്തു വരുമ്പോഴും പ്രവർത്തകർക്ക് ആശങ്കയും അതോടൊപ്പം പ്രതീക്ഷയുമാണ് വർദ്ധിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത പ്രവചനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്തായാലും നമ്മുടെയൊക്കെ ക്ഷമ അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾ എങ്ങനെയെന്ന് നോക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെ നശിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു കേരളക്കാർ ഇടതുപക്ഷത്തെ ഒതുക്കിയത്. കേരളത്തിൽ നിന്ന് ആകെ ലഭിച്ചത് വെറും ഒരു സീറ്റ് മാത്രമായിരുന്നു. അതേസമയം തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 99 സീറ്റുകളിൽ വിജയിച്ചാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തിലേക്ക് കയറിയത്. ശബരിമലയിലുണ്ടായ വിഷയവും രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിന്റെ കേരളത്തിലേക്കുള്ള വരവും ഇടതുപക്ഷത്തെ നിലംപരിശാക്കിയതിന്റെ ഫലമായി കേരളത്തിൽ പോളിംഗ് നിരക്ക് ഉയരുന്നതിന് കാരണമായി മാറി. അതായത് വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധി എഫക്റ്റും ശബരിമല എഫക്റ്റും കാരണമായി എന്നർത്ഥം. അതിന്റെ ഭാഗമായിട്ടാണ് UDFന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത്. ശബരിമലയെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാം എന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയ BJPക്ക് പക്ഷേ വലിയ നേട്ടമുണ്ടാക്കാനായില്ല. എന്തിനേറെ പറയാൻ, പത്തനംതിട്ടയിൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ ഇറങ്ങിയിട്ടും അതൊന്നും ഫലം കണ്ടില്ല തന്നെ. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് ഇടതുപക്ഷത്തിനാണ് പ്രതീക്ഷ ഉയർത്തിയിരിക്കുന്നത് എന്ന് പറയാം. കാര്യം, ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലന്റെ ഒരു പ്രസ്താവന വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴിതെളിച്ചു. ഇടതില്ലാതെ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യത്തെ മറികടന്നുകൊണ്ടായിരുന്നു ബാലന്റെ പ്രസ്താവന. ഇത്തവണ വോട്ട് കിട്ടിയില്ലെങ്കിൽ CPMന് ചിഹ്നം നഷ്ടമാകുമെന്നും ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നുമായിരുന്നു AK ബാലൻ പറഞ്ഞത്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ സംഭവിച്ചാൽ പിന്നെ വല്ല ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ആകും ചിഹ്നം എന്നുകൂടി പറഞ്ഞു വെച്ചപ്പോൾ ഇടതുപക്ഷത്തെ മൊത്തത്തിൽ ട്രോളന്മാർ കയറിയങ്ങ് മേഞ്ഞു. എന്നാൽ ഇപ്പോൾ പോളിംഗ് ശതമാനത്തിലെ കുറവ് ആ പ്രതീക്ഷകളൊക്കെ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി 6 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ CPMന്റെ നില ഗുരുതരമാകും എന്ന സ്ഥിതിയാണുള്ളത്. വലിയ തോതിലുള്ള പ്രത്യാഘാതമായിരിക്കും അത് ഇടതുമുന്നണി ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അണികളും കണക്കുകൂട്ടുന്നത്. ഇനി ഇടതുമുന്നണി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കണ്ണൂർ, കാസർഗോഡ്, വടകര, തൃശൂർ, കോട്ടയം, മാവേലിക്കര, ആറ്റിങ്ങൽ, ആലത്തൂർ എന്നീ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിൽ തന്നെ കണ്ണൂർ, തൃശൂർ, മാവേലിക്കര, ആലത്തൂർ, കോട്ടയം എന്നീ മണ്ഡലങ്ങളിൽ ഉറപ്പായും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നത്. കാരണം ഇത്തവണ രാഹുൽ ഗാന്ധി വന്നതുമൊന്നും UDFനെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത്. വടകരയിലുണ്ടായ പ്രതീക്ഷ പക്ഷേ പാനൂരിലെ സ്ഫോടനവും തുടർന്ന് ഷൈല ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തിന്റെ ആരോപണവും ബൂമറാങ്ങായി മാറിയതോടെ വടകരയിലെ പ്രതീക്ഷയും ഇടതുപക്ഷത്തിന് അസ്ഥാനത്തായി മാറി എന്ന് മാത്രം. ആലത്തൂരിൽ രമ്യ ഹരിദാസിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും അവിടെ K രാധാകൃഷ്ണനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ടും ആലത്തൂര് പിടിക്കാം എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. അങ്ങനെയൊരു ആശങ്ക തുടക്കം മുതൽ തന്നെ UDFും വെച്ച് പുലർത്തിയിരുന്നു. അതോടൊപ്പം സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂരിലും ഇത്തവണ നേട്ടമുണ്ടാക്കാമെന്നുള്ള ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. MP എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയാതെ പോയതും നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവനകളും സുധാകരനെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് നേരിടേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കണ്ണൂരിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്.
അതുപോലെ തന്നെ മാവേലിക്കരയിലും ഇടതുപക്ഷം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. പുതിയ മുഖവും ചെറുപ്പക്കാരനും കൊടിക്കുന്നിൽ സുരേഷിനോട് ഏറ്റുമുട്ടുമ്പോൾ അത് ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്ന ഫലമായി മാറുമെന്ന് തന്നെ ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. ആ സമയം ആത്മവിശ്വാസക്കുറവും ഈ സീറ്റിൽ UDFും പുലർത്തുന്നുണ്ട്. 20 സീറ്റിലും ജയിക്കാൻ കഴിയുമെന്ന് UDFിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ ഇടയ്ക്കും തലയ്ക്കും പറയുന്നുണ്ടെങ്കിൽ തന്നെയും 14 സീറ്റ് എന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് പോലും ഇത്തവണ വലിയൊരു മാർജിനിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും UDFിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയതും UDFിനെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകമായിരുന്നുവെങ്കിലും ഇത്തവണ പക്ഷേ സ്ഥിതി മറിച്ചാണെന്ന് വിലയിരുത്തലാണ് ഉള്ളത്. ഇത്തവണ K സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ NDAക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെ UDF കണക്കുകൂട്ടുന്നു. അതുമാത്രമല്ല, LDF സ്ഥാനാർത്ഥി ദേശീയ നേതാവ് എന്ന നിലയിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എന്നതും ഭൂരിപക്ഷം കുറയുന്നതിന് കാരണമാകുമെന്ന് തന്നെയാണ് UDFിന്റെ അവലോകനം. കോട്ടയത്ത് ഇത്തവണ UDFിന് വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. കേരള കോൺഗ്രസിലുണ്ടായ വിള്ളലും തർക്കങ്ങളും ഇത്തവണ വലിയ തോതിൽ തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട്. സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയും കേരള കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, കഴിഞ്ഞ തവണ മുന്നണിയിലുണ്ടായിരുന്ന മാണി ഗ്രൂപ്പ് LDFിലേക്ക് മാറിയപ്പോൾ തന്നെ ഉറപ്പിച്ച ആ സീറ്റിലുള്ള ആശങ്ക UDFിൽ പ്രബലമായി എന്ന് തന്നെ കരുതാം. പത്തനംതിട്ടയിലും സ്ഥിതി വിഭിന്നമല്ല. പത്തനംതിട്ട സ്ഥാനാർത്ഥിക്കെതിരായി പ്രചരിക്കുന്ന പോസ്റ്ററുകളും അദ്ദേഹത്തിന്റെ ജനവിരുദ്ധതയ്ക്ക് ഉദാഹരണമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകളിലുണ്ടായ വിള്ളലും NDAയുടെ അനിൽ ആന്റണിയുടെ വരവും ഇത്തവണ പത്തനംതിട്ടയിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ഇത്തവണ വിജയിക്കുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. പാർട്ടിയിലെ ഭിന്നതകൾ ഏറെക്കുറെ പരസ്യമായി പ്രചാരണ രംഗത്ത് പോലും വെളിവായ ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. ബൂത്തിലിരിക്കാൻ പോലും ആളുകളെ കിട്ടാത്ത അവസ്ഥയാണ് ആറ്റിങ്ങലിൽ ഉണ്ടായതെന്ന് അടൂർ പ്രകാശ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചിരുന്നു. കൂടാതെ കഴിഞ്ഞ തവണ വലിയ വോട്ട് നേട്ടമുണ്ടാക്കാൻ ഈ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. ഇത്തവണ V മുരളീധരൻ കൂടി എതിർസ്ഥാനത്ത് വരുന്നതോടുകൂടി ആറ്റിങ്ങലിലെ UDF പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഏതാണ്ട് വിജയം ഉറപ്പിച്ച നിലയിലാണ് BJP എന്ന് കരുതാം. അതിനിടയിൽ BJP നടത്തിയ അവലോകനത്തിൽ 6 സീറ്റാണ് അവർ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത്. അതിൽ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്തും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം അവസാന ലാപ്പിൽ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം നടന്നുവെങ്കിലും തീരദേശ വോട്ടുകൾ പാളയത്തിലെത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. വിലയിരുത്തലുകൾ എന്തുതന്നെയായിരുന്നാലും ജനഹിതം അറിയുന്നതിനായി നമുക്കൊക്കെ കാത്തിരുന്നേ മതിയാകും.